ഡിഫമേഷൻ കേസുകൾ, അതായത് അപകീർത്തികരമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന കേസുകൾ ഡീക്രിമിനലൈസ് ചെയ്യണം എന്നൊരു വാദം നടക്കുന്നുണ്ട്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? 2016 സുബ്രഹ്മണ്യ സ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണ് റീസണബിൾ റെസ്ട്രിക്ഷൻ ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നൊരു ഒബ്സർവേഷൻ വന്നത്. അതായത് ഒരാൾ മറ്റൊരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ അയാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇൻട്രൂഡ് ചെയ്ത് കയറുന്ന ഒരു സാഹചര്യം വന്നാൽ അതിന് റീസണബിൾ ആയിട്ടുള്ള റിസ്ട്രിക്ഷൻ ഉണ്ടാവണം. അത്തരത്തിലുള്ള ഒബ്സർവേഷനാണ് 2016 ജഡ്ജ്മെന്റിൽ വന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഡീഫമേഷൻ കേസുകളെല്ലാം ഡീക്രിമിനലൈസ് ചെയ്യപ്പെട്ടു പോയാൽ ഇന്നിവിടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അപകീർത്തികരമായ വാർത്തകളും അത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കുമെതിരെ മറ്റൊരു നിയമം നിലവിലില്ല എന്നൊരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. ഡിഫമേഷൻ കേസുകൾ ഡീക്രിമിനലൈസ് ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയെയാണ് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി നിയമത്തിൽ തന്നെ സെക്ഷൻ 79, 78 എന്നീ വകുപ്പുകൾ പ്രകാരം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ വരികയാണെങ്കിൽ ആ നിയമം അവർക്ക് കൂട്ടുനിൽക്കും. എന്നാൽ ഒരു പുരുഷനെതിരെയാണ് അപകീർത്തികരമായ വാർത്തകൾ വരുന്നതെങ്കിൽ നിയമത്തിൽ മറ്റു വകുപ്പുകളൊന്നും അദ്ദേഹത്തിനെ സഹായിക്കാൻ ഉണ്ടാവില്ല. അവിടെ ഈ ഡിഫമേഷൻ കേസുകൾ മാത്രമാണ് അത്തരത്തിലൊരു വ്യക്തിക്ക് സഹായമായി വരുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും അതല്ലാതെയുള്ള തരത്തിലും വ്യക്തിപരമായ വ്യക്തിഹത്യകൾ നടത്തുന്ന അപകീർത്തികരമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ഡിഫമേഷൻ കേസുകൾ കൊടുക്കുക മാത്രമാണ് ഒരു പോംവഴിയായുള്ളത്. ഡിഫമേഷൻ കേസുകൾ ഡീക്രിമിനലൈസ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത്തരത്തിൽ ഡീക്രിമിനലൈസ് ചെയ്യപ്പെട്ടാൽ അത് സമൂഹത്തിൽ ഒരു വെല്ലുവിളിയായി മാറും.